അപ്പോൾ ഹലോ ഗൈസ്, ഞാനാണെന്നുണ്ട് എൻ്റെ വീട്ടിലെ ആടെ എവിടെയും ചുറ്റി ലേശം മഷ്റൂം അയലിൻ്റെ നില ലേശം ഫുഡെല്ലാം എടുത്ത് വരുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഇവിടെ ബിൽഡായിട്ട് നമ്മൾ ഇതുവരെ ഒരു ഫാം പോലും സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യവും. പിന്നെ എൻ്റെ ടൂൾസ് എല്ലാം പൊട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലെ ഫുഡ് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടുകയും ചെയ്യണ്ട, കാരണം അത്രയും ഫുഡ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്തായാലും. പിന്നെ നമ്മൾ സുധാണന് വരുന്ന അതേ പ്രശ്നം തന്നെയാണ് എനിക്കും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഈ സ്മെൽറ്റ് ചെയ്യാമെന്ന് പറയാനായിട്ട് ആകെ ഉള്ളത് ഒരു 8 അയൺ ഇവിടെ സ്മെൽറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക അത്ര സ്മെൽറ്റ് ചെയ്യാനുണ്ടാവുമെന്ന്. അന്നേരം എന്തായാലും നമ്മളിങ്ങനെ ഇതാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എന്താ പറ്റുകയെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ലേശം ഇതെടുത്തിട്ട് ഇപ്പോൾ ലേശം ഒരു സ്ലാബ് ഉണ്ട് ഇവിടെ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ബിൽഡ് ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ച് മൈൻഡിൽ ഒരു തേങ്ങയും തെളിയുന്നില്ല. അന്നേരം ഞാനിങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് ഒരു കാര്യം കത്തിയത്. പിന്നെ എൻ്റെ ടൂൾസ് എല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ, നോക്കണ്ടെങ്കിൽ. പിന്നെ അന്നേരമാണ് എനിക്കൊരു കാര്യം കത്തിയത്. നമ്മൾ എന്തായാലും ഇത്ര എത്തി, അതിനോണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഒരു ബിൽഡ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു ഞാൻ കുറേ നേരമായി ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വായിലൊന്നും കിട്ടുന്നില്ല കേട്ടോ, അതാണ് സംഭവം. ഇത്രയും നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. പിന്നെ അത് നമ്മൾ ലേശം ഒരു പണിവെട്ട് ഉണ്ടാക്കിയ സാധനം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ ലേശം ഒരു പണിയാണ്. പിന്നെ അതാണ്ട് ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ഇതാട്ടോ എന്താ ഇപ്പോൾ പറയുക, എൻട്രൻസ് എന്ന് തന്നെ പറയാം. ഇത് ഒറ്റ ബ്ലോക്കാണ് ഗ്യാപ്പുള്ളത് ഇവിടെ, അതേ കുഴപ്പമായിട്ടുള്ളൂ. അതൊരു കുഴപ്പമില്ല. ഡിസൈൻ എങ്ങനെയുണ്ട് ഗൈസ്, ഇത് എൻ്റെ സ്വന്തം ഡിസൈൻ കേട്ടോ, അത് വേറെ എവിടെയും കണ്ടിട്ടില്ല, കാണുകയില്ല. അത് നമ്മുടെ ഇതാണ് ഇവിടുത്തെ തീം എന്ന് പറയുന്നത് ഫാമിൻ്റെ. ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കാണാൻ വെച്ചതാണ്. പക്ഷേ ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ആയിട്ട് ചെയ്യില്ല, പക്ഷേ ഇതിൻ്റെ അരുവിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ഇവിടെ ഒരു മരം വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഇടുന്ന കാര്യം തന്നെ അന്നേരം ഓർഡറൊന്നുമില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഇവിടെ ആയിട്ടൊരു വിൻഡ് വില്ല് അങ്ങ് സെറ്റ് ചെയ്തൊരു ഇവിടെ ആയിട്ട് വിൻഡ് വില്ല് സെറ്റ് ചെയ്യാൻ കാരണം ഇവിടെ ഫാമാണ്. ഫാമിൻ്റെ അടുത്ത് വിൻഡ് വില്ല് വെക്കുമ്പോൾ ഒരു വൈബാണത്, വല്ലാത്തൊരു ജാതി വൈബേ. അയ്യ വൈബ് നമുക്ക് വേണം, അതിനോട് നമ്മൾ എന്താക്കാൻ പോവാണ് അതെന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ റിസോഴ്സ് കളക്ട് ചെയ്യാനായിട്ട് ഇന്നല്ല സെറ്റ് ചെയ്യുന്നത്, നാളെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ഇതുവരെ ഒരു ബിൽഡും എൻ്റെ തലയിൽ വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ തലയിൽ വരണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇത് കളിച്ചു നോക്കി, എന്നിട്ടും വരാത്തതിനെ കൊണ്ട് നമ്മളെന്താക്കി എന്തായാലും എനിക്ക് ഇന്നൊരു എപ്പിസോഡ് ഇടണം, കാരണം ലീവ് കിട്ടിയ ദിവസമാണ്. അന്നേരം നമ്മൾ എപ്പിസോഡ് ഉണ്ടാകാൻ നിൽക്കുന്ന മോശമാണ്. പിന്നെ എൻ്റെ എല്ലാ ടൂൾസും ഞാൻ ഇതിനൊക്കെ ഒന്ന് പൊട്ടിച്ചു, എല്ലാം പൊട്ടിച്ചിട്ടോ, ഒന്നും പോലും ബാക്കി വെച്ചിട്ടില്ല. എല്ലാം നശിക്കണ്ടേ, നമ്മളെ പിക്കാക്സ് അടക്കം അങ്ങനെയാണ് ഞാൻ പൊട്ടിച്ചിട്ടുള്ളത്. ശവലും ആക്സ് പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണ്, പകുതി ആൾക്കാർ ആക്സ് കൊണ്ടൊക്കെ ആയിട്ട് കൊല്ലുക, അതിനോണ്ടാണ് ഞാനത് പറയാൻ. ഇൻവെൻറ്ററി സോൾട്ട് ചെയ്യണം, എനിക്കൊരു ഉടനെ ഒരു ഇത് ഉണ്ടാക്കണം. മറ്റേ ഇത് എന്താ ഇപ്പോൾ പറയുക അതിനാ, സ്റ്റോറേജ് ആണ് നമ്മൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്, സത്യം പറയാം ഞാനിത് ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതാണ് എനിക്കൊരു ഓർമ്മ വരുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് സ്റ്റോറേജ് കയറുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മളൊരു ക്രീപ്പർ പൊട്ടി നടുമൂടി ആയതുകൊണ്ട് നമുക്ക് സീനില്ല. ഇവിടെ ആയിട്ട് നമ്മൾ ലേശം ഒരു കുഴിച്ച് മാറ്റിയിട്ട് ഇവിടെ ക്ലിയർ ആക്കി നമ്മൾ ഇവിടെ ഒരു സ്റ്റോറേജ് അങ്ങ് കാശാൻ പോവാണ് കേസ്. ഇതാണ്ട് ലേശം വലിപ്പമുള്ള സ്റ്റോറേജ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ കുഴിക്കണം, മൈൻ ചെയ്യണം, കുറച്ച് മൈൻ ചെയ്യാനുണ്ട്. പിന്നെ ഇത് വാല്യുബിൾ ചെസ്റ്റ് ആട്ടോ, ഇത് വാല്യുബിൾ ചെസ്റ്റാണ് കണ്ടത്. ഇവിടെ നമ്മൾ എല്ലാ വാല്യുബിളിൻ്റെ ഇടയിൽ ഒരു ചവറൊക്കെ ഉണ്ട്, അത് എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. കണ്ണ് തട്ടാണ്ടിരിക്കാറില്ല കേട്ടോ ഈ സ്ട്രാറ്റജി. പിന്നെ നമ്മൾ ഇനിയപ്പോൾ മൈൻ ചെയ്തിട്ട് കാണേ ഇത്രയും മൈൻ ചെയ്യാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം ഉണ്ട് തോന്നിട്ടോ. ഞാൻ വിചാരിച്ചു എമ്മർജി ചെയ്താണോ ഇനി സ്ലോട്ടൊക്കെ അറിയാം. ലേശം ഭാഗം എന്തായാലും കുഴിക്കാണ്ട്, കുഴിച്ച് കഴിഞ്ഞിട്ട് കാണും കേട്ടോ നമുക്ക്. ഇതാ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒരു എൻട്രൻസ് ഇല്ല, സ്റ്റെപ്പിൻ്റെ അടിയാണിത്. ഇത്രയും നമ്മൾ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ സെൻറ്റർ ബ്ലോക്ക്. ഇവിടെ അല്ല വരേണ്ടത്, ഇത് ലേശം മുന്നോട്ടേക്കാണ് വരേണ്ടത്, ഒറ്റ ബ്ലോക്കൊന്ന് മുന്നോട്ടേക്കാണ് വരേണ്ടത്, ഇപ്പോഴേ കറക്റ്റാവും. ഇവിടെ എന്താ ഒരു ബ്ലോക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് സെൻറ്റർ, 2 ബ്ലോക്ക് തന്നെയല്ലേ സെൻറ്റർ. സത്യം പറഞ്ഞാൽ ഇതാണ് ഇവിടെ സെൻറ്ററായിട്ട് വരേണ്ടത്, പക്ഷേ അങ്ങോട്ടേക്ക് ഒരു ബ്ലോക്കും കൂടി കുഴിക്കണം, എന്നാൽ സെൻറ്ററാണ് വരും. അല്ല ആളെ ഒരു കുഴിക്കുകയും ചെയ്യണം, പക്ഷെ നമ്മൾ ആ പണി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ പോയിട്ട് ഉറങ്ങണം.
ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളെ നോർമൽ ഡിസൈനാണ്. എൻ്റെ മൈൻഡിൽ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജംഗിൾ വുഡ് ഇല്ലെങ്കിൽ നമ്മൾ ഇതെടുക്കും കേട്ടോ, ഓക്കെടുക്കും. ആ വേറെ കാര്യം. ജംഗിൾ ഉണ്ടോ? ഉണ്ട്. ജംഗിൾ വുഡ് ലേശം മതി. നമ്മൾ ഇനി ജംഗിൾ പ്ലാങ്ക് ഉണ്ടോ? പ്ലാങ്ക് ഇല്ലല്ലോ. ജംഗിളിൻ്റെ പ്ലാങ്ക് ഉണ്ടോ? ജംഗിളിൻ്റെ പ്ലാങ്ക് ഗൈസ്, എനിക്ക് ഈ പോളിഷ്ഡ് ഡീപ് ലൈറ്റ് ഉണ്ടാകണം കേട്ടോ. അതിന് നമ്മളെടുത്ത് ഒന്നാമത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ് ലൈറ്റ് എന്ന് പറയുന്നൊരു സാധനം ആകെ ഇച്ചിരി ഉള്ളൂ. അതാണ് നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ വേറൊരു പെട്ടിയിലുണ്ടായി ലോക്ക് ചെയ്തിടെ. ഡീപ് ലൈറ്റ് ഉണ്ടോ? ഡീപ് ലൈറ്റ് കാണുന്നില്ലല്ലോ. ഡീപ് ലൈറ്റ് വേറെ ഒന്നും ഉണ്ടായില്ലോ. ഈ ഒറ്റൊന്നും ഇല്ലേനു. ഈ ഒറ്റൊരു ഡീപ് ലൈറ്റേ ഉള്ളൂ. നമ്മൾ നേരെ ഇനിയിപ്പോൾ മൈനിങ് ഏരിയ പോകണം. പിന്നെ ഈ ബിൽഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിനൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ കണ്ട് അത്ര തന്നെ. ഇതാണ് എൻ്റെ ഇത് സ്ലാബ് വെച്ചില്ല, അതേമാതിരി തന്നെ അങ്ങോട്ട് സ്ലാബ് ആക്കും. അന്നേരം നമ്മൾ മൈൻ ചെയ്യാൻ പോയതാണ്, ഇപ്പോഴും നമ്മൾ മൈൻ ചെയ്യാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ ഇനിയിപ്പോൾ താഴെ എത്തുക എന്നല്ല. പിന്നെ നമ്മൾ മൈനിങ് ഏരിയൻ്റെ ഈ വഴിയില്ലേ, ലേശം ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാണ് എൻ്റെ ഇത്. കണ്ടോ, ഇങ്ങനെ ഇടയ്ക്ക് നിന്നു അന്നേരം ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം. അങ്ങനെ പോകണം. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുന്നു, ഇവിടെ ഇങ്ങനെ കുഴിക്കുന്നു, അങ്ങനെ സമയം പോകും. അതാണ് ഇപ്പോഴത്തെ കുഴപ്പം. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കുന്നു, പോകുന്നു. അങ്ങനെ ഒരു ബ്ലോക്ക് ഇങ്ങനെ മാറ്റി പോകേണ്ടി വരും. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇവിടെ നമുക്ക് ലേശം ഒരു പണിയുണ്ട്. നാളെ വേണ്ടാത്ത പോകുന്നു, വേണ്ടപ്പോൾ ഇവിടെ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു മിനിറ്റ് ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. ഞാനതിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഓഫ് ക്യാമറയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോൾ ചെയ്ത് വെച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ എസ്കേവ് എത്തിയിട്ടുണ്ട്. എസ്കേവിൻ്റെ ഇവിടെയായിട്ട് അതിനുള്ള ഡിസ്പ്ലേറ്റ് നമ്മൾ മൈൻ ചെയ്ത് വെച്ചേ. അതിൻ്റെ മുന്നേ പണിക്ക് അവിടെ തന്നെ ഒരു ടോർച്ച് എല്ലാം വെച്ച് മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ട് ഇവിടെ. ഇത്രയും മൈൻ ചെയ്ത് അല്ലാത്തൊരു കേവ് പോലെയാണ്. ഇവിടെ എല്ലാം മൈൻ ചെയ്തത്. നമ്മൾ വേറെ സ്ഥലത്താണ് മൈൻ ചെയ്തത്. സോറി കേട്ടോ, ഇവിടെയാണ് മൈൻ ചെയ്തത്. നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെയാണ് മൈൻ ചെയ്തത്. നമ്മൾ ഇവിടെ തന്നെ മൈൻ ചെയ്യാം. ഇവിടെ മൈൻ ചെയ്യാൻ ഒരു പ്രത്യേക വൈബാട്ടോ. ഡീസ് ലൈറ്റ് എല്ലാം നമ്മൾ കുറേ വേണം. ഈ ഡീസ് ലൈറ്റ് ആണെങ്കിൽ പൈക്കനെ പൊട്ടത്തുള്ളൂ. അത്യാവശ്യമല്ല, പൈക്കനല്ല, വലിയ പൈക്കനല്ല, വലിയ സ്പീഡും അല്ല എന്ന് പറയുമാതിരിയാണ് പൊട്ടുന്നത് ഈ സാധനം. മിനിമം ഒരു സ്റ്റാക്ക് എനിക്ക് ഒപ്പിക്കണം. ഇവിടുന്ന് എങ്ങനെയൊരു സ്റ്റാക്ക് എനിക്ക് ഒപ്പിക്കണം. സ്റ്റാക്ക് വേണമെന്ന് എനിക്കറിയത്തില്ല. സ്റ്റാക്ക് വേണ്ട, കാരണം നമുക്ക് പോളിഷ്ഡ് ആക്കുമ്പോൾ ലക്ഷം വേണമല്ലേ. സ്റ്റാക്ക് വേണം. നമുക്ക് ഗോൾഡൊക്കെ കിട്ടും ഇടയ്ക്ക്. അതെല്ലാം നമ്മൾ വാരി കൊണ്ടുപോകണമല്ലോ. ഗോൾഡൊക്കെ നല്ല വകയാണ് കേട്ടോ പൊട്ടുന്നത്. ഗോൾഡ് ഇത് മാത്രം എടുക്കുക, ബാക്കിയുള്ള ആടെ കിടക്കട്ടെ എന്നാൽ ഞാൻ പറയുക. കാരണം എനിക്ക് അധികം ഇഷ്ടമല്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ റിസോഴ്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് സമയം നോക്കുക നേരമില്ല ഗൈസ്. അതിനോടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇവിടെ എൻ്റെ മോള് തന്നെ കുഴിക്ക് താഴോട്ട് പോലെ. ഞാൻ പിന്നെ ആടുന്ന് വിടുന്നതാണ് മൈൻ ചെയ്യുന്നത്. ആടെ മൈൻ ചെയ്തിട്ട് ഒരു ഇടിഞ്ഞ സ്ഥലം കേട്ടോ. ആടെ വലിയ ശരിയില്ല കേട്ടോ. അതിനോടാണ് എന്തായാലും നമുക്ക് തന്നെ ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ ഒരു സ്റ്റാക്ക് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാക്ക് മതിയില്ലാന്നൊക്കെ എനിക്ക് എന്തായാലും അറിയാം. കാരണം ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ പോളിഷ്ഡ് ഡീപ് ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ അത് നല്ലോണം കുറയും. ഒരു സ്റ്റാക്ക് എന്നുള്ള അര സ്റ്റാക്ക് കിട്ടി നമ്മളെ പോളിഷ്ഡ് ഡീപ് ലൈറ്റ്. ഇത് ഇങ്ങോട്ട് ഇനി ബേസ് വെക്കണം. സ്റ്റെപ്പ് വെക്കണം. അതാണ് ഇനി പണി. തപ്പാൻ വലിയ പണിയൊന്നുമില്ല. അങ്ങോട്ടങ്ങ് പോയാൽ മതി. നമ്മളെ സ്ഥലമെത്തി. ഇവിടെ ഇനിയാണ് പ്രശ്നം വരുന്നത്. ഞാൻ അങ്ങനെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പ്രശ്നം വരുന്നത് ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറുമ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. അന്നേരം നമ്മൾ ഇനി ഇറങ്ങുമ്പോൾ പണിയാവും. കണ്ടോ, ഇനി ഇറങ്ങുമ്പോൾ അത് ഇങ്ങനെ വെക്കണം. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ ഗൈസ്. എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് അതാ കുടുങ്ങി. തേങ്ങ എന്താടാ അത് കൂടാ. ഒരു സ്റ്റാക്ക് തന്നെയാണ് കിട്ടുക കേട്ടോ. ഒരു സ്റ്റാക്ക് തന്നെയാണ് കിട്ടുക പോളിഷ്ഡ് ഡീപ് ലൈറ്റ്. ഓക്കെ, ലാഭമാട്ടോ. ഒരു സ്റ്റാക്കും പിന്നെ അതിന് മുന്നേ ഉള്ള ഒരു ഇത് കേട്ടോ, ഒരു ബ്ലോക്കും ഉണ്ട്. അതന്നെ സ്റ്റാക്ക് ബ്ലോക്ക് അങ്ങനെ തന്നെ. ഇനി ഇവിടെ ഇത് എങ്ങനെയാ ഡിസൈൻ ഉണ്ട്. പക്ഷേ നമുക്കിതല്ല വേണ്ട. പോളിഷ്ഡ് ഡീപ് ലൈറ്റ് ആണ്. ഇത് പോളിഷ്ഡ് തന്നെയല്ലേ.
ടീസ്ലൈറ്റ് സ്ലാബ് ഉണ്ടാക്കുമ്പോൾ ഇത് ഒരു സ്റ്റാക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എത്ര എണ്ണം കിട്ടുന്നുണ്ട് നിങ്ങൾ കണ്ടോ ഒരു സ്റ്റാക്കായി ഇപ്പോഴേ ഒരു സ്റ്റാക്കായി ആലോചിച്ചോ, ഇപ്പോഴേ ഒരു സ്റ്റാക്കായി. ഇങ്ങനെയാണ് നമ്മൾ പണ്ടുക. ഇപ്പോഴേ ഒരു സ്റ്റാക്കായിട്ടോ. ഏകദേശം ഒരു 2.25 സ്റ്റാക്ക് ഉണ്ട് നമ്മുടെ അടുത്ത്. ഞാനത് വെക്കട്ടെ കേട്ടോ ഗൈസ്. വീഡിയോൻ്റെ ലെങ്ത്ത് നല്ല കൂടിയിട്ടുണ്ട്, 10 മിനിറ്റ് അങ്ങനെ ആയിട്ടുണ്ട്. അതിനുകൊണ്ട് ഇതിൻ്റെ പണി മൊത്തം തീർന്നിട്ട് കാണിച്ചാൽ കേട്ടോ. ഇനി